തനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ലെങ്കിലും താനാണല്ലോ ആദ്യം ഈ കാര്യം അറിയേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള സന്തോഷം ഗൂഗിളിന് അറിയില്ലല്ലോ. കോടതിയിൽ എല്ലാവർക്കും മുന്നിലിരുന്ന് ആ വിധി നേരിട്ട് ഞാൻ കേട്ടതാണെന്ന് ഗൂഗിളിനോട് പറയാനും എനിക്ക് പറ്റില്ല. ഒന്ന് നിന്നേ. രണ്ടുപേരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? രാജീവ് പറഞ്ഞല്ലോ, മാച്ച്. അത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചേച്ചി രാജീവിനോട് തന്നെ ചോദിച്ചാൽ മതി. എല്ലാം എനിക്ക് മനസ്സിലായി. 4-ാം തീയതി മാച്ച്. അതിന് രണ്ടുപേരും കൂടി ബെറ്റ് വെക്കുന്നു. മനസ്സിലായി. 4-ാം തീയതി 2ന്റെ മാച്ച് ഞാൻ ശരിയാക്കി കൊടുക്കാം. എന്റെ പതന ആഘോഷിക്കാ ശത്രുക്കൾ, അല്ലേ മൂർത്തി? അല്ല, നമ്മളെ ചതിച്ചത് മാഡത്തിന്റെ അനിയത്തിയാ. ഒരേ വയറ്റിൽ പിറന്നാണെന്നും സ്വന്തം ചോരയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൂർത്തി. ഇങ്ങനെ ഒരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് മൂർത്തിയുടെ കഴിവുകേട്, ചിന്തിക്കാനുള്ള ശേഷിയില്ലായ്മ. സന്ദീപിനെ ഇറക്കി നമ്മൾ കളിക്കാൻ ശ്രമിച്ചതിന് ആ സച്ചിയും വക്കീലും നമ്മളോട് തിരിച്ചു കളിച്ചു. അല്ലെങ്കിൽ അവക്ക് പണ്ടേ കൂറ് അവരോടാ. പക്ഷെ അതല്ല മൂർത്തി ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ എന്താ മേഡം? എന്റെ വീട്ടിൽ ഞാൻ രഹസ്യമായി സൂക്ഷിച്ച തെളിവുകൾ അതെങ്ങനെ പുറത്തുപോയി? മറ്റാരുടെയും കയ്യിൽ കൊടുക്കാതെ മാഡം തന്നെ ആയിരുന്നല്ലോ അത് സൂക്ഷിച്ചിരുന്നത്. വക്കീലിന്റെ കയ്യിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെന്നല്ലേ അയാൾ ആണയിട്ട് പറഞ്ഞത്? അത് പോയ വഴി എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. കോടതി വിധി നമുക്കെതിരാവുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ ഒരു തർക്കവുമില്ല. പക്ഷെ എന്നാലും ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. കഷ്ടപ്പെട്ട് നേടിയതാ ഞാനിതെല്ലാം. ഇതിലൊരു തരി പോലും ഇനി നെല്ലിശ്ശേരിക്കാർക്ക് ഞാൻ തിരിച്ചു കൊടുക്കില്ല. പഴയതുപോലെ അല്ല മൂർത്തി. ഇപ്പൊ എനിക്ക് എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരാ. മാഡം എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്? എന്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോ ഞാൻ ഇമോഷണൽ ആയി പോവും. ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവളുടെ ഭാവി ജീവിതം അതെനിക്ക് നോക്കിയേ പറ്റൂ. അല്ല, അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ മോള് ഒരു രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നുള്ളതാ എന്റെ ആഗ്രഹം. ഇതുവരെ ഒരു കുറവും വരുത്താതെയാ ഞാൻ അവളെ വളർത്തിയത്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ കേസ് ജയിക്കാൻ സുപ്രീം കോടതി വരെ പോണ്ടി വന്നാലും ഞാൻ പോവും. എനിക്കിതൊരു സ്വത്ത് തർക്കത്തിന്റെ മാത്രം കേസല്ല മൂർത്തി, ജീവൻ മരണ പോരാട്ടമാ. ഞാൻ ഏതറ്റം വരെയും പോവും. ചായ. എടോ, ഇന്ന് കോടതി സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ എനിക്ക്? എടോ, താനല്ലേ അതേക്കുറിച്ച് ചോദിക്കാറുള്ളത്. എന്നിട്ടിപ്പോ ആ കേസിന്റെ കാര്യം കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയതാ. ഗൂഗിള് പറ, കോടതിയിൽ എന്താ സംഭവിച്ചേ? എടോ, ആ അവന്തികയുടെ എല്ലാ പ്രതീക്ഷകളും ഇന്ന് തകർന്ന് തരിപ്പണമായി. അപ്പോ കേസ് നെല്ലിശ്ശേരിക്കാർക്ക് അനുകൂലമായിട്ട് വിധിച്ചോ? ആ, വിധി പറയുന്നത് അടുത്ത 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. പക്ഷേ അതിനേക്കാൾ വലിയ മറ്റൊരു ടിസ്റ്റ് ഉണ്ടായി. വിധി ഇനി എന്തോ ആവട്ടെ, ഗൂഗിള് ചെയ്യാനുള്ളതെല്ലാം ചെയ്തല്ലോ. ചായ കുടിക്ക. തനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ലെങ്കിലും താനാണല്ലോ ആദ്യം ഈ കാര്യം അറിയേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള സന്തോഷം ഗൂഗിളിന് അറിയില്ലല്ലോ. കോടതിയിൽ എല്ലാവർക്കും മുന്നിലിരുന്ന് ആ വിധി നേരിട്ട് ഞാൻ കേട്ടതാണെന്ന് ഗൂഗിളിനോട് പറയാനും എനിക്ക് പറ്റില്ല. ആ എടോ, ആ അവന്തികയുടെ അനിയത്തിയില്ലേ അനഘ? അവന്തിക്ക് അനിയത്തിയുണ്ടോ? ഉണ്ട്. പക്ഷേ ആ പെൺകുട്ടി സച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൾ ഇന്ന് കോടതി വന്ന് അവന്തിക്കെതിരെ ധൈര്യമായിട്ട് സാക്ഷി പറഞ്ഞു. ഇതാണ് ഈ കേസിലെ ഇന്നത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. മിക്കവാറും കോടതി വിധി ഈ 4-ാം തീയതി അവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും.
വരട്ടെ. എവിടെയായാലും ന്യായമല്ലേ ജയിക്കേണ്ടത്. എന്തായാലും ആ സച്ചി നമ്മുടെ ഗൗരിമുള്ള കൂട്ടുകാരുടെ അച്ഛനല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. രാവിലെ രാജീവനോട് കേസിന്റെ കാര്യം ചോദിച്ചപ്പോ താനും ചിലതൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നെ ഗൂഗിളിന്റെ റിപ്പോർട്ടിന്മേൽ വാദം നടക്കുന്നുണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദാ, നല്ല ചായയായിരുന്നു. രാവിലെ വളരെ താല്പര്യത്തോടെയാണല്ലോ കേസിന്റെ കാര്യങ്ങൾ ചോദിച്ചത്. എന്നിട്ടിപ്പോ കേസിന്റെ കാര്യം കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ. എൻ്റെ മനസ്സിൽ സച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? ആ, അത് പിന്നെ ഒരു നല്ല ഫ്രണ്ട്. ഏത് സമയത്തും എന്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. വക്കീലിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം എനിക്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കേസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ ജീവിതത്തിൽ ഞാനൊന്നൊരാളുടെ ആവശ്യമേ ഇല്ല. ഞാൻ സച്ചിയെ സ്നേഹിച്ച ഓരോ നിമിഷവും സച്ചിയെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, സച്ചിക്ക് സമാധാനവും സന്തോഷവും കിട്ടാനായിരുന്നു. കേസ് ജയിച്ച് സച്ചിക്കും കുടുംബത്തിനും എല്ലാം തിരിച്ചു കിട്ടട്ടെ. അതോടൊപ്പം അർച്ചനയുടെ ഓർമ്മകളും തിരിച്ചു കിട്ടട്ടെ. ഞാനിപ്പോഴും അർച്ചനയുടെ ഭർത്താവാ, അവളുടെ കുഞ്ഞിന്റെ അച്ഛനാ. ഈ ലോകത്ത് എനിക്ക് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. സച്ചി അർച്ചന ഒന്ന് ചേർന്ന് അവരുടെ ജീവിതം സന്തോഷഭരിതമാവട്ടെ. ഹലോ സച്ചി. സച്ചി എന്താ വിളിച്ചത്? സോറി വക്കീലെ. സച്ചി എന്തിനാ സോറി പറയുന്നത്? വക്കീലിനെ വല്ലാതെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അറിയാലോ. അല്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെയാ സച്ചി. ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ.